ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇന്നോവേറ്റീവ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് IR സെൻസർ കാറാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഇതേപോലത്തെ ഒരു ബേസ് വേണം. പിന്നെ നമുക്ക് 6 വോൾട്ടിൻ്റെ ബാറ്ററി വേണം. ബാറ്ററി ഹോൾഡർ വിത്ത് സ്വിച്ചാണിത്. ഇതിൽ ഒരു 4 ബാറ്ററി ഇടണം. പിന്നെ നമുക്ക് മോട്ടർ വേണം. ഇതേപോലത്തെ ആക്സിലസ് വേണം. ഇത് ടയർ ഇറങ്ങാൻ സഹായിക്കുന്നതാണ്. ഇതേപോലെ 3 പിൻ കണക്ടറും 2 പിൻ കണക്ടറും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഈ IR സെൻസർ. ഇതാണ് സെൻസ് ചെയ്തതാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് ഈ T ഷേപ്പഡ് ലെഗ് വേണം. ഇതേപോലത്തെ 2 വേണം. T ഷേപ്പഡ് ലെഗ്, റോബോട്ട് ഫേസ്. പിന്നെ ഇതേപോലത്തെ ഒരു നട്ടും സ്ക്രൂവും വേണം. പിന്നെ ഇതേപോലത്തെ 2 വീൽ വേണം. ഇത് പ്രോസസ്സറാണ്. ഇത് LED, ഇത് പവർ, ഇത് ഇൻപുട്ട്, ഇത് ലേസർ, പിന്നെ ഇതാണ് ഔട്ട്പുട്ട്. ഇതാണ് പിന്നെ ഇതാണ് റിവേഴ്സ് ലോജിക്ക്. പിന്നെ ഇങ്ങനത്തെ ചെറിയ 3 വാഷർ വേണം. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു സ്ക്രൂ ഡ്രൈവർ വേണം. പിന്നെ നമുക്ക് ഡബിൾ ടാപ്പ് വേണം. അത് ഞാൻ അവിടെ ഒട്ടിച്ചാണ്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ബേസ് എടുക്കുക. ബേസിൻ്റെ താഴെന്ന് ഈ T ഷേപ്പഡ് ലെഗ് എടുക്കണം. അത് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്യുക. 2 അത് നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലത്തെ വാഷർ എടുക്കുക. നമ്മളിത് കുടിക്കുന്നതിന് ശേഷം നമ്മൾ ഈ വാഷർ ഇടണം. ഇതിൻ്റെ 2ൻ്റെ ഉള്ളിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ടൈറ്റിൽ ചാടാതെ നിൽക്കാൻ വേണ്ടിയാണ് ഈ വാഷർ ഇടുന്നത്. നേരത്തെ ഈ വാഷർ ഇടാത്തത് കൊണ്ട് ഈ T ഷേപ്പ് ലെഗ് ചാടിയിരുന്നു. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു ഡബിൾ സൈഡ് ടാപ്പ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇതാക്കി ഇതിൻ്റെ സെൻട്രലായിട്ട് കാണും. നമ്മൾ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലുള്ള ഇത് ഊരണം. ഊരിയതിന് ശേഷം നമ്മൾ ഈ പ്രോസസ്സർ ഇവിടെ ഫിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോസസ്സർ ഫിക്സ് ചെയ്തു. പിന്നെ ഈ രീതിയിൽ തന്നെ വേണം നിങ്ങൾ ഫിക്സ് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ ഈ മോട്ടർ ഫിക്സ് ചെയ്യണം. ഇതിൻ്റെ ഇവിടെ ആയിട്ട് വെക്കണം. ഇതിൻ്റെ ഉള്ളിലൊരു ഹോളുണ്ട്. ആ ഹോളിൻ്റെ കറക്റ്റ് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ആക്കണം. എന്നിട്ട് നമ്മളിത് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ ടൈറ്റാക്കി വെക്കുക. എന്നിട്ട് ഈ നട്ടെടുത്തിട്ട് ഇവിടെ വെച്ച് ടൈറ്റ് ആക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒന്ന് നല്ലോണം ടൈറ്റാക്കി കൊടുക്കണം. അത് ഊരി പോരാതെ നിൽക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ആക്സിലസ് എടുക്കുകയാണ് ഈ മോട്ടറിൻ്റെ ഇവിടെ ആയിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡും അങ്ങനെ ഫിക്സ് ചെയ്യാം. നമ്മൾ അപ്പുറത്തെ സൈഡും ഫിക്സ് ചെയ്തിട്ടുണ്ട്.
ഈ വയറിനെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റണം. നമ്മൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മേലോട്ട് വലിച്ച് ഇതിൻ്റെ മുകളിൽ വെക്കണം. എന്നിട്ട് നമ്മൾ പിന്നെ ഇതേപോലത്തെ ഒരു കാസ്റ്റർ വീല് വേണം. അത് ഞാൻ ഫസ്റ്റ് ഉൾപ്പെടുത്താൻ മറന്നതാണ്, സോറി. ഇനി നമ്മൾ ഇതിനെ ഇവിടെ ഫിക്സ് ചെയ്യണം, ഈ ഹോളിലായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്നിട്ട് നമ്മൾ ഈ മോട്ടറിൽ നിന്ന് വരുന്ന വയർ നമ്മൾ ഈ ഔട്ട്പുട്ടിലേക്ക് ഫിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട് അവിടെ. എന്നിട്ട് നമ്മൾ ഈ 6 വോൾട്ടിൻ്റെ ബാറ്ററി ഇവിടെ ഫിക്സ് ചെയ്യണം. നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോറി, അതിന് മുമ്പ് നമ്മൾ ഇതിനുള്ള ഈ സ്റ്റിക്കർ എടുക്കണം. ടേപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ കറക്റ്റ് ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പവറിലോട്ട് ഇത് ഫിക്സ് ചെയ്യണം. നമ്മളതും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വീല് ഫിക്സ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത വീലും ഫിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ 2 പിൻ കണക്ടർ എന്നിട്ട് നമ്മൾ ഈ റിവേഴ്സ് ലോജിക്കലി ഈ 2 എണ്ണം ഇങ്ങനെ കണക്ട് ചെയ്യണം. നമ്മളതും കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ റോബോട്ട് ഫേസ് ഇവിടെ വെക്കണം. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് എടുത്തുകാണ് ഈ വാഷർ ഇടണം. ഓക്കെ, ഇന്നത് ചെയ്തു. ഇനി നമ്മൾ ഈ 3 പിന്നിൻ്റെ കണക്ടർ എടുത്ത് ഈ ഇൻപുട്ടിൽ ഫിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഈ ഇതെടുത്തുകയാണ് ഈ 3 പിൻ എടുത്തുകയാണ് ഈ IR സെൻസറിൽ ഫിക്സ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ റോബോ ഫേസിൻ്റെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ വെക്കണം. ഇനി ഇതെങ്ങനെ പ്രവർത്തിക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇത് ഓൺ ആക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമ്മളെ എന്തെങ്കിലും സാധനങ്ങളോ കൈയൊക്കെ വെക്കുമ്പോൾ ഇത് പ്രവർത്തിക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെൻസറിന് ഇതേപോലെ ക്ലോക്ക് വൈസ് ആയിട്ടുള്ളൊരു എന്താ പറയുക ബട്ടൺ ഉണ്ട്. ഇത് നമ്മൾ തിരിക്കുമ്പോൾ ഇതിൻ്റെ സ്പീഡും എത്ര അകലത്തിൽ വെക്കുമ്പോഴാണ് നമ്മൾ അത് മൂവ് ചെയ്യണമെന്നൊക്കെ, എത്ര അകലത്തിൽ വെച്ചാണ് മൂവ് വെക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഇതിൻ്റെ അടുത്ത് എത്ര ഡിസ്റ്റൻസ് നമുക്ക് കീപ്പ് ചെയ്ത് കാണാൻ അത് പോകണം എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ബട്ടൺ വെച്ച് കാണാൻ നമുക്ക് എത്ര ഡിസ്റ്റൻസിൽ വെച്ചാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാം. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ കുറച്ച് തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ള് ഓഫ് ചെയ്ത് ഇനി നമ്മൾ കുറച്ച് വെക്കുമ്പോൾ ഇത് അടുത്ത് വെക്കുമ്പോഴാണ് ഇത് വർക്കാവുന്നത്. ഇനി ഞാൻ ഇത് ഫുള്ളാക്കിയാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് ഇപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത്ര അകലത്തിൽ വെച്ചിട്ട് വരെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. Thank you for watching. Like and subscribe. Bye bye.